ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് വന്നേക്കുന്നത് ബിഗ് ബോസ്. നീ ഒന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി കിട്ടാൻ കാത്തിരിക്കായിരുന്നടാ. ഇപ്പൊ അനുമോളുടെ മാറ്റർ തന്നെ ആണെങ്കിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്റെ സൈഡിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്, അനുവിന്റെ സൈഡിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ചെയ്ത ക്രൂരത മുഴുവനും അവര് പറഞ്ഞോളേ. അതൊക്കെ ഞാൻ വേറെ രീതിയിൽ പറഞ്ഞു കൊടുക്കും. ഇനി ഇപ്പൊ ഇത്തിരി നാറിയാലും അത് ഞാൻ അങ്ങനെ സഹിക്കും. ഇപ്പൊ ഉള്ളതിനേക്കാൾ കൂടുതൽ നാറരുതെന്ന് എനിക്ക് പ്രാർത്ഥനയുള്ളൂ. ഞാന് അനുവിനോട് ഇവര് പുറത്തുനിന്ന് വന്ന ആൾക്കാര് പറയുന്നത് കേട്ടിട്ട് ഭയങ്കര എന്താ പറയാ ബാക്ക് സ്റ്റാബ് ചെയ്തു അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ശരിക്കും സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഓരോ ആൾക്കാരുടെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതെനിക്ക് ഭയങ്കര വിഷമമായി. അപ്പോൾ ഞാൻ എന്താക്കി, ഞാൻ അതിനെപ്പറ്റി കൂടുതൽ അന്വേഷിക്കാൻ പിടിക്കുന്നൊന്നും ചെയ്തൊന്നുമില്ല. മോറോവർ എനിക്ക് എടുത്തിട്ടുണ്ടെന്ന് അറിയാലോ. നീനൊന്നും പറയണ്ടേട്ടാ, എനിക്കിപ്പോ എല്ലാം മനസ്സിലായി. നിനക്കിപ്പോ പഴയതൊന്നും ഓർമ്മ കാണില്ല. അപ്പൊ ഇവിടെ ആർക്കും എന്നെ വിശ്വാസമില്ലേ? ഇല്ല. മുതലാളി എങ്ങനെ വിശ്വസിക്കും? ശരി, എങ്ങനെ വിശ്വസിക്കും? ഞാൻ പറഞ്ഞ എന്താ പറയാ സാധനങ്ങളിലൊന്നും ഞാൻ കള്ളത്തരം ആഡ് ചെയ്തിട്ടും കാര്യങ്ങളൊന്നുമില്ല. ഇല്ലേ ഇല്ല ഇല്ലേ ഇല്ല മുഖത്ത് പോയി കള്ളം പറയുന്നു ആ പന്നെ. ചേട്ടാ കൂടുതൽ നമ്പർ മറക്കണ്ട, ഞങ്ങൾ തന്നതേ ചോറ് തന്നെയാ. ദേഷ്യം വന്നപ്പോ അവിടെ നിന്ന് ഇവിടെ നിന്നും പറയും അത് കള്ളത്തരമാണ്. ഞാൻ അപ്പൊ തന്നെ മാറ്റി പറയും. കാരണം എനിക്ക് വേറെ എടാ എൽദോ, നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കണം. എനിക്ക് ഇപ്പൊ അനുവിനോടാണെങ്കിലും ആരോടാണെങ്കിലും എനിക്ക് അവരുടെ സങ്കടത്തിൽ ഞാൻ ജോയിൻ ചെയ്യുകയും ചെയ്യും. അവരുടെ സന്തോഷത്തിലും എനിക്ക് സന്തോഷം തന്നെയാണ്. അല്ലാതെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒന്നുമില്ല. ബുദ്ധിമുട്ട് എന്തരാണെന്ന് അറിഞ്ഞൂടാ. മുഖത്ത് നിറച്ച് വിനയം വാരിത്തേച്ച് വച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഉള്ളിക്കിടക്കണ ഫ്രാഡുകൾ പുറത്തോട്ട് തള്ളി തള്ളിക്കാറ് വരും. അപ്പൊ അതിൻ്റെ ഉള്ളിൽ പറഞ്ഞതും കാര്യങ്ങളൊക്കെയാണ് എന്റെ സൈഡിൽ മിസ്റ്റേക്സും കാര്യങ്ങളും ഉണ്ടില്ല അതൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ തെറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം അനു എന്നെ വിശ്വസിച്ച് പറഞ്ഞ കാര്യങ്ങളാണ്. എടാ, ഒരു യഥാർത്ഥ സുഹൃത്തിനെ അവിശ്വസിക്കുന്നവൻ, അതായത് നീ, ഒരു കാലത്തും ഗുണം പിടിക്കില്ല. വേറെ സാധനങ്ങളാണെങ്കിലും ഇറങ്ങുമ്പോൾ പറഞ്ഞത് ഞാനൊരു സാധനം പൊട്ടിക്കണോ വേണ്ടിയോ എനിക്ക് അവിടെ നിന്നുള്ളത് അവിടെ നിന്ന് പറഞ്ഞ് തീർക്കണമായിരുന്നു. അപ്പൊ ഇന്നത് അനു ഇതൊക്കെ വിട്ടേക്ക്, ഇതൊക്കെ സംഭവങ്ങൾ നീ പറഞ്ഞുണ്ട് അല്ലെങ്കിൽ അയ്യടാ ഇപ്പൊ അങ്ങനെ ആയോ? ഇതിൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? കുറ്റസമ്മതം നടത്തി തടുത്തപ്പാണെന്ന് നീ കരുതണ്ട. ബട്ട് അനുവിന് മേ ബി അത് അനുവിന് ഹേർട്ടായിട്ടുണ്ട്. അവൾക്ക് അത് കുറച്ച് റെഡിയാവും, ഓക്കെ ആവാനും കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങിയേക്കുന്ന ആൾക്കാരൊന്നും മൊത്തം ഹീൽഡല്ല. കൈവിട്ട ആയുധം, വാവിട്ട വാക്ക്, രണ്ടും തിരിച്ചെടുക്കാനാവില്ല. ഓർക്കണം.